മലപ്പുറം കണ്ണമംഗലം തോട്ടശ്ശേരിയിൽ ക്ഷേത്രക്കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളി. രാത്രിയുടെ മറവിലായിരുന്നു സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അറയ്ക്കൽ തമ്പുരാട്ടി ക്ഷേത്രഭൂമിയിലാണ് സംഘർഷശ്രമം. കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമെന്നാണ് സൂചന. ഈ ഭൂമി വഖഫിൻ്റേതാണെന്നാണ് അവകാശവാദം. വഖഫ് കോടതി വിധി വഖഫിന് അനുകൂലമായി വിധിച്ചെങ്കിലും ഹൈക്കോടതി അത് റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ബോധപൂർവം കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമെന്ന് തന്നെയാണോ വിലയിരുത്തൽ? എത്രത്തോളം പ്രതിഷേധവും അതുകൊണ്ട് തന്നെ ശക്തമാണ്? KP അത്തരത്തിൽ ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഈ കണ്ണമംഗലത്തുള്ള ഈ ക്ഷേത്രഭൂമി കാലങ്ങളായി വർഷങ്ങളായി കേസ് നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രഭൂമി നിലവിൽ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് സമീപത്തുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാകാം ഈ രാത്രിയുടെ മറവിൽ ഈ ക്ഷേത്രക്കുളത്തിൽ ഇത്തരത്തിൽ ഒരു കക്കൂസ് മാലിന്യം തള്ളിയത്. പക്ഷേ ഇത് ആരാണ് എന്ന് വ്യക്തമായിട്ടില്ല. കാരണം ഈ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. പോലീസിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ വിശ്വാസികൾ ഉള്ളത്. ഈ ഭൂമി എന്ന് പറയുന്നത് ഇത് ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട്. ഇതിന്റെ ഒരു ഭാഗം വഖഫിന്റേതാണ് എന്നാണ് ഇവിടെയുള്ള വഖഫ് അവകാശപ്പെടുന്നത്. പള്ളിയും ഈ സമീപത്ത് പള്ളിയും ഉണ്ട്. അതോടൊപ്പം തന്നെ മദ്രസയും കുറച്ച് അപ്പുറത്തായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ ഭൂമിയാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിന്നിരുന്നു. ആ കേസിൽ പിന്നീട് വഖഫിന്റെ കോടതി അത് വഖഫിന് അനുകൂലമായി വിധി ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നീട് ഹൈക്കോടതി ഈ വഖഫ് കോടതിയുടെ വിധി റദ്ദാക്കുകയാണ് ഉള്ളത്. പിന്നീട് ഈ കേസിന്റെ വിധി നിർണയിക്കാൻ തിരൂർ കോടതിയിലേക്ക് ഈ കേസ് മാറ്റിയിട്ടുണ്ട്. അതിന്റെ വിധി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കേസ് നിലനിൽക്കുന്ന ഒരു ഭൂമിയാണ്. ഇങ്ങനെയൊരു തർക്ക ഭൂമിയിൽ ബോധപൂർവം രാത്രിയുടെ മറവിൽ ഇത്തരത്തിലുള്ള ഒരു കുലീന ശ്രമം നടത്തുന്നത് തീർച്ചയായും ഒരു കലാപത്തിനുള്ള അല്ലെങ്കിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. KP ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.